2 ദിവസമായി കാണാതായ വിദ്യാർത്ഥികൾ കല്ലടയാറ്റിൽ മുങ്ങി മരിച്ചു. പട്ടാഴി സ്വദേശികളായ ആദിത്യൻ, അമൽ എന്നിവരാണ് മരിച്ചത്. അടുത്ത സുഹൃത്തുക്കളായ ഇരുവരെയും 2 ദിവസമായി കാണാനില്ലായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് പട്ടാഴി കടവിൽ ഭാഗത്ത് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. സുജിത്ത്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് വിശദാംശം? നന്ദു, കഴിഞ്ഞ ദിവസമാണ് കുട്ടികളെ കാണാതായത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് രണ്ടുപേരെയും കാണാതായത്. പട്ടാഴി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയതാകാമെന്നായിരുന്നു കുട്ടികളുടെ വീട്ടുകാർ കരുതിയിരുന്നത്. രാത്രി വൈകിയും വീട്ടിലെത്താതിരുന്നതോടെയാണ് ഇരുവരെയും കുറിച്ച് പത്തനാപുരം പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നാട്ടുകാരടക്കം ചേർന്നുകൊണ്ട് അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് രാവിലെ 6:30യോടുകൂടി ഇരുവരുടെയും മൃതദേഹങ്ങൾ പട്ടാഴി കല്ലടയാറ്റിലെ ആറാട്ടുപുഴ പാറക്കടവിന് സമീപത്തായി കണ്ടെത്തിയത്. ഈ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിൽ ഏറത്തുവടക്ക് സ്വദേശിയായിട്ടുള്ള അനിയുടെയും ശ്രീജയുടെയും മകനാണ് അമൽ. അതുപോലെ തന്നെ ആദേശിന്റെയും സരിതയുടെയും മകനാണ് 14-കാരനായ ആദിത്യൻ. ഇരുവരും കൊട്ടാരക്കര വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഇരുവരും കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്തായാലും ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.